നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 763rd day. Today 43rd sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 763 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 43ാമത്തെ ശ്ലോകം. ഉവാച ചാസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമുച്യതാമേഷ ബ്രാഹ്മണാനിതരാം ഗുരു. ഓം തത്സത്. ഉവാച ചാസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമുച്യതാമേഷ ബ്രാഹ്മണോനിതരാം ഗുരു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഉവാച അസ്യ ഉവാച ച അസ്യ അന്തസ്യ അസഹന്തസ്യ. ഉവാച ച അസഹന്തസ്യ ബന്ധനാനയനം സതി മുച്യതാം ഏഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഉവാച ച അസഹന്തസ്യ എന്നുള്ളത് ഉവാച ച അസഹന്തസ്യ എങ്ങനെയാണ് എടുക്കേണ്ടത്. ഉവാച ച പറയുകയും ചെയ്തു. ഉവാച എന്ന് പറഞ്ഞാൽ പറയുക, ച ചെയ്തു. ഉവാച ച പറയുകയും ചെയ്തു. അസ്യ ഇവൻ്റെ ബന്ധനാനയനം ബന്ധനത്തോടു കൂടിയുള്ള ആനയനത്തെ, അതായത് ബന്ധിച്ച് ഉള്ള കൊണ്ടുവരവിനെ, അസഹന്തി സതിയുടെ കൂടെ ചേർത്താണ് അസഹന്തി ചേർക്കേണ്ടത്. അസഹന്തി സതി സഹിക്കാത്തവളായിട്ട്, അസഹന്തി എന്ന് പറഞ്ഞാൽ സഹിക്കാതിരിക്കുക, സതി ആയിട്ട് അവളായിട്ട്. അസഹന്തി സതി അതായത് പാഞ്ചാലി, അത് സഹിക്കാൻ പറ്റാത്ത പാഞ്ചാലി. ബ്രാഹ്മണനും നിതരാം ഗുരു അതിലും വെച്ച്, നിതരാം അതിലും വെച്ച്, ഗുരു അതിലും വെച്ച് ഗുരുവുമായ ഏഷ ഇവൻ, മുച്യതാം മോചിക്കപ്പെട്ടാലും എന്ന് മുച്യതാം ഏഷ ബ്രാഹ്മണനും നിതരാം ഗുരു അതിലും വെച്ച് ഗുരുവുമായ ഇവനെ മോചിക്കപ്പെട്ടാലും എന്ന് വിളിച്ചു പറഞ്ഞു. അതായത് ഗുരുപുത്രനെ കണ്ട ഉടൻ എപ്രകാരമാണ് കൊണ്ടുവന്നത് എന്നൊന്നും നോക്കാതെ ഉടനെ സംഭ്രമിച്ച് എഴുന്നേറ്റ് അശ്വത്ഥാമാവിനെ നമസ്കരിച്ചതിന് ശേഷമാണ് പാഞ്ചാലി കാണുന്നത് അദ്ദേഹത്തെ ബന്ധിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അവൾ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഇപ്രകാരം ബന്ധിച്ചിട്ടുള്ള ആ കൊണ്ടുവരവിനെ കണ്ട് സഹിക്കാത്തവളായിട്ട്, അസഹന്തി സതി സഹിക്കവയ്യാത്തവളായിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ബ്രാഹ്മണനും അതിലും വെച്ച് ഗുരുവുമായ, ഗുരുവിൻ്റെ പുത്രൻ ഗുരു തന്നെയാണ് എന്നാണ് സ്മൃതി പറയുന്നത്. അപ്രകാരം ഗുരുപുത്രനും ആയിട്ടുള്ള ആ ഏഷ ഇവനെ മോചിപ്പിച്ചാലും എന്ന് വിളിച്ചു പറഞ്ഞു. ആ പാഞ്ചാലിയുടെ സൽഗുണത്തെയാണ് വീണ്ടും ഈ കാണുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹത്തെ കണ്ട ഉടനെ എഴുന്നേറ്റ് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ അദ്ദേഹം ബന്ധനസ്ഥനാണ് എന്ന് കണ്ടപ്പോൾ, ബന്ധിക്കപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത്രേ, ബ്രാഹ്മണനും
ഗുരുവുമായിട്ടുള്ള ഇദ്ദേഹത്തെ അഴിച്ചുവിട്ടാലും മോചിപ്പിച്ചാലും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുകയാണ്. പാഞ്ചാലിയുടെ പ്രവൃത്തിയും പാഞ്ചാലി പറയുന്നതുമാണ് 2-3 ശ്ലോകങ്ങളിലായിട്ട് അടുത്തതായി വർണ്ണിക്കുന്നത്. ആ പാഞ്ചാലിയുടെ മഹത്വം എന്തുകൊണ്ടാണ് പഞ്ചകന്യകമാരിൽ ഒരുത്തരായിട്ട് പാഞ്ചാലിയെയും മറ്റും നാം കരുതുന്നത് എന്ന് അവരുടെ മഹത്വമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഉവാച ചാസഹന്തസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.